അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, പരിശുദ്ധമായ മുഹറം മാസം, അല്ലാഹുവിന്റെ മാസം എന്ന് ചേർത്തി പറഞ്ഞ ആ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഈ മുഹറം മാസത്തിന്റെ ഒന്നാമത്തെ രാവിലും പകലിലുമൊക്കെയായിട്ട് ഒട്ടനവധി അദ്കാറുകൾ നാം ചൊല്ലി, പ്രത്യേകിച്ച് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത് ഒറ്റ ഹർഫാക്കിയിട്ട് വുളൂഓടുകൂടെ ഖിബലക്ക് മുന്നിട്ടിരുന്ന പ്രത്യേകം നിയ്യത്തുകൾ കരുതിയിട്ട് പരസ്പരം കൂട്ടിമുട്ടാതെ ഒരു വെള്ളക്കടലാസിൽ വെള്ള പേപ്പറിൽ വൃത്തിക്ക് കൃത്യമായി 113 തവണ എഴുതി അത് നാം സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ വർഷം ഒരപകടവും സംഭവിക്കാതിരിക്കാൻ, ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടാൻ ഇങ്ങനെ പല നിയ്യത്തുകളും നമ്മൾ ആ കൂട്ടത്തിൽ കരുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒന്നാമത്തെ പ്രഥമ രാവിലെ അതിന്റെ രാത്രിയിലൊക്കെ ആയിട്ട് 360 തവണ ആയത്തുൽ കുർസിയ പാരായണം ചെയ്തവരാണ് ഈ കൂട്ടത്തിൽ അധിക പേരും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മയൊക്കെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഒറ്റ ഹർഫാക്കിയിട്ട് എഴുതിയ ആളുകളൊക്കെ ആ പേപ്പർ വളരെ കൃത്യമായി സൂക്ഷിച്ചു വെക്കുകയും അത് കൊണ്ട് നടക്കുകയൊക്കെ ചെയ്താൽ വലിയ പ്രതിഫലം അതിന് ലഭിക്കും. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മുഹറം മാസത്തിന്റെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ പ്രധാനമായി അല്ലാഹുവിലേക്ക് ദിക്റുകളിലായിട്ട് നമ്മുടെ സമയം ചെലവഴിക്കണം. അതിനുവേണ്ടി ഈ സമയം നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. നിങ്ങൾ ഓരോരുത്തരും നമ്മൾ ഇവിടെ കൃത്യമായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്, സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഏതൊക്കെയാണ് ചൊല്ലുന്നത് എന്നുള്ളത്. അത് കൃത്യമായി നിങ്ങൾ ചൊല്ലുക. പരിശുദ്ധമായ മുഹറം മാസം എന്ന് പറയുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലുസ് സിയാമി ബഅദ റമളാന ശഹ്റുല്ലാഹിൽ മുഹറം. വിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ പിന്നെ നോമ്പെടുക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായത് അത് റമളാൻ മാസമാണ്, മുഹറം മാസമാണ്. റമളാൻ കഴിഞ്ഞാൽ അപ്പൊ ഈ മുഹറം മാസത്തിൽ നമ്മൾ ദിക്റ് ചൊല്ലുമ്പോൾ റമളാനിൽ ദിക്റ് ചൊല്ലുന്ന അത്ര പ്രതിഫലം ലഭിക്കുന്നില്ലെങ്കിലും നമുക്ക് നല്ല പ്രതിഫലം ലഭിക്കുന്നുണ്ട്. റമളാൻ കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം മുഹറം മാസത്തിനാണെന്ന് പറയുമ്പോൾ എത്രമേൽ പ്രതിഫലം വാരിക്കൂട്ടാൻ കഴിയുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായിട്ട് എല്ലാവരും ദിക്റുകളിലായി, ഖുർആനുകളിലായി അല്ലാഹുവിലേക്ക് നമ്മുടെ ഹൃദയം തിരിക്കുമ്പോൾ അല്ലാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും സലാമത്ത് നൽകാൻ കാരണമാകും. എല്ലാവരും വളരെ ആത്മാർത്ഥമായി നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട ഈ ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ചൊല്ലേണ്ട വളരെ പ്രധാനപ്പെട്ട അദ്കാറുകളും ആയത്തുകളുമാണ് നമ്മൾ ഓതുന്നത്. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആയത്തുൽ കുർസിയും 360 തവണ ഇതിന്റെ ആദ്യ ദിവസം തന്നെ ചൊല്ലിയത് നമുക്ക് വലിയ കാവൽ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ആദ്യമായിട്ട് ചൊല്ലുന്നത് ആയത്തുൽ കുർസി 11 തവണയാണ്. എല്ലാ ദിവസവും ആയത്തുൽ കുർസി 11 തവണ ചൊല്ലുമ്പോൾ നമുക്ക് വലിയ ഹിഫ്ള് ലഭിക്കും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും വളരെ ആത്മാർത്ഥമായി ആയത്തുൽ കുർസി 11 തവണ ആദ്യമായിട്ടത് ചൊല്ലുക. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗം له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم.
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. بسم الله الرحمن الرحيم. الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. അർഹമർറഹീമായ റബ്ബേ, ഞങ്ങൾ ഈ ഓതിയ ആയത്തുൽ കുർസി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ രക്ഷയും കാവലുമാക്കി നീ ഖബൂലാക്കണം അല്ലാഹ്. പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 2ാമത്തെ ദിവസത്തിലാണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞങ്ങളെ നീ ഖബൂലാക്കണം അല്ലാഹ്. ഞങ്ങളുടെ ജീവിതത്തിൽ നീ വലിയ കാവൽ നൽകണം റഹ്മാനേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വളരെ പ്രധാനപ്പെട്ട
ദിക്റുകളാണ് നമ്മൾ ചൊല്ലുന്നത്. വിശുദ്ധ റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള മാസം എന്ന് പറയുമ്പോൾ അള്ളാഹുവിലേക്ക് റമളാനിനെ പോലെ ഇബാദത്ത് ചെയ്യാൻ പ്രേരകമാകാൻ വേണ്ടിയല്ലേ അങ്ങനെയൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വളരെ ആത്മാർത്ഥമായി ദിക്റുകളിലായിട്ട് നമ്മുടെ ജീവിതം കഴിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കുറഞ്ഞ ദിക്റുകൾ കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ചൊല്ലണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇൻഷാ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട 3 ദിക്റുകളാണ് നമുക്കറിയാം. നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ 33 തവണ ഓതുന്ന വളരെ പ്രധാനപ്പെട്ട ആ തസ്ബീഹുകള്, തഹ്മീദുകള്, തഹ്ലീലുകള് ഇൻഷാ അല്ലാഹ് നമുക്ക് ചൊല്ലാം. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ചൊല്ലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലാഹി സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി 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 അല്ലാഹ് അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് 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 അൽഹംദുലില്ലാഹി അല്ലാഹു അക്ബർ 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 അല്ലാഹു അക്ബർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിപ്പോൾ ചൊല്ലിയ തസ്ബീഹുകള്, നമ്മൾ ചൊല്ലിയ തഹ്മീദുകള്, നമ്മൾ ചൊല്ലിയ തഹ്ലീലുകൾ, തക്ബീറുകള് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഈ മുഹറം മാസത്തില് അല്ലാഹു വിജയിപ്പിക്കുന്നവരുടെ കൂട്ടത്തില്, അല്ലാഹു വലിയ സ്ഥാനം നൽകുന്നവരുടെ കൂട്ടത്തില് സാധുക്കളായ നമ്മയ്ക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി തഹ്ലീലാണ് ചൊല്ലാനുള്ളത്. നമുക്ക് മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് മരിക്കണം, അല്ലേ? അതിന് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ 2ാമത്തെ ഈ ദിവസത്തില് ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ആത്മാർത്ഥമായി ചൊല്ലാം. അല്ലാഹു നമ്മെ സ്വീകരിക്കട്ടെ, അല്ലാഹു നമ്മെ ഖബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ചൊല്ലിക്കാം. جددوا إيمانكم ونوروا قلوبكم وزينوا ألسنتكم بقول
لا إله إلا الله 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 لا إله إلا الله. പരിശുദ്ധമായ മുഹറം മാസം ദുആക്ക് ഇജാബത്തുള്ള അതിവിശിഷ്ടമായ സമയങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ ഞങ്ങൾ മരണപ്പെടുന്ന സമയത്ത് ഈമാൻ കിട്ടി മരണപ്പെടാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരണപ്പെടാൻ ഞങ്ങൾ ഈ ചൊല്ലിയ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പദം ഒരു കാരണമാക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇനി അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആ തസ്ബീഹുകളാണ് നമ്മൾ ചൊല്ലുന്നത്, അല്ലേ? നമുക്കൊക്കെ അറിയാം, നമ്മുടെ നാക്കിന്മേൽ ഏറ്റവും ഭാരം കുറഞ്ഞത്, മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം കൂടുന്നത്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് പദങ്ങൾ, അതാണ് സുബ്ഹാനല്ലാഹി വബിഹംദി സുബ്ഹാനല്ലാഹിൽ അദീം എന്നുള്ള രണ്ട് പദങ്ങൾ. അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്.
ഖഫീഫത്താനി അലൽ ലിസാൻ സഖീലത്താനി ഫിൽ മീസാൻ ഹബീബത്താനി ഇലർ റഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള രണ്ട് പദങ്ങൾ, മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന രണ്ട് പദങ്ങൾ. അതേപോലെ തന്നെ നമ്മുടെ നാക്കിന്മേൽ വളരെ ലളിതമായ ആ രണ്ട് പദങ്ങൾ നമുക്ക് ചൊല്ലാം കുറച്ച് സമയം. അള്ളാഹുവിന് അത്രയും ഇഷ്ടമുള്ളത്, അള്ളാഹു അവന്റെ മാസം എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ മുഹറം മാസത്തിലെ ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ആത്മാർത്ഥമായി ചൊല്ലാം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണം അല്ലാഹ്. അടുത്തത് ചൊല്ലാം. സുബ്ഹാനല്ലാഹിൽ അസീം 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 സുബ്ഹാനല്ലാഹിൽ അസീം. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ ചൊല്ലിയ തസ്ബീഹിനെ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. ഈമാൻ ഖബൂലാകുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഇൻഷാ അല്ലാഹ് അടുത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്, എല്ലാവരും ചൊല്ലിക്കോ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് لا حول ولا قوة إلا بالله 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 لا حول ولا قوة إلا بالله
لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله അല്ലാഹുവിനെ സ്വീകരിക്കണം. അല്ലാഹ് നീ ഖബൂലാക്കണം റഹ്മാനെ. നീ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം അല്ലാഹ്. പരാജിതരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ല റഹ്മാനെ ഇൻഷാ അല്ലാഹ്. അടുത്ത് ചൊല്ലിക്കോ. അസ്തഗ്ഫിറുല്ലാഹ വ അതൂബു ഇലൈഹി 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 അസ്തഗ്ഫിറുല്ലാഹ وأتوب إليه أستغفر الله 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 وأتوب إليه അല്ലാഹുവേ ഞങ്ങളുടെ ദോഷങ്ങളെ പൊറുക്കണം അല്ലാഹ്. പരിശുദ്ധമായ മുഹറം മാസത്തിലെ അല്ലാഹുവേ ഞങ്ങൾ ചൊല്ലുന്നത് നീ ഖബൂലാക്കണം അല്ലാഹ്. ഒരുപാട് മഹാന്മാര് അംബിയ ഉൾപ്പെടെ അവരൊക്കെ അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമായ വളരെ പവിത്രമേറിയ ദിക്റാണ്. അടുത്തതെല്ലാവരും ചൊല്ലിക്കും. لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين
لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ചൊല്ലിയ ദിക്റുകൾ അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ വിശുദ്ധമായ മുഹറം മാസത്തിൽ ധാരാളം ദിക്റുകൾ നമ്മൾ ചൊല്ലുന്നു. മുഹറം മാസത്തിനെ അതിൻ്റെതായ രൂപത്തിൽ നാം സ്വീകരിക്കുന്നു. എല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് ഇനി സൂറത്തുൽ ഇഖ്ലാസ് നമുക്ക് പാരായണം ചെയ്യണം. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റൊരു പേരറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, സൂറത്തുൽ ഇഖ്ലാസിന് ഒരുപാട് പേരുകളുണ്ട്. ഇൻഷാ അല്ലാഹ് അവര് സൂറത്തുൽ ഇഖ്ലാസിന്റെ മറ്റു പേരുകൾ അറിയുന്നവരെ എഴുതി അറിയിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഇഖ്ലാസ് അത് സുലുസുൽ ഖുർആനാണ് അല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ഓതാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. الله ഞങ്ങളിനെ സ്വീകരിക്കണം അല്ലാഹ്. ഈ സൂറത്തുൽ ഇഖ്ലാസ് ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഓതുമ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ്, അവിടെ അഹദു നീ കൂട്ടി ഉച്ചരിക്കുമ്പോഴേ തജ്വീദിന്റെ നിയമപ്രകാരം ഖുൽ ഹുവല്ലാഹു അഹദു നില്ലാഹു സമദ് എന്ന് പറയേണ്ടത്. അപ്പൊ അവിടെ ലീന്ന് വരരുത്. ചില ആളുകൾ ഖുൽ ഹുവല്ലാഹു അഹദു ലില്ലാഹു സമദ് ലീ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ കൂട്ടി ഉച്ചരിക്കുമ്പോൾ ശരിക്ക് ശ്വാസം വിട്ടിട്ട് ഓതുമ്പോൾ ഓരോ ആയത്തുകളും നിർത്തി നിർത്തി ഓതുമ്പോൾ പ്രശ്നം വരുന്നില്ല. നമ്മൾ നിർത്തുന്നുണ്ട്, പക്ഷെ ശ്വാസം വിടുന്നില്ല. ശ്വാസം വിടാതെ നിർത്തിക്കഴിഞ്ഞാൽ അത് വഖഫ് ആവൂല. വഖഫ് ചെയ്യുന്ന അവസരത്തിലാണ് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് എന്നൊക്കെ ഓതേണ്ടത്. നേരെ മറിച്ച് ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ്, അപ്പൊ നമ്മൾ ശ്വാസം വിട്ടിട്ടില്ല. ശ്വാസം വിടാതിരുന്നാൽ വഖഫ് ആവൂല. അപ്പൊ അവിടെ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് എന്നല്ല ഓതേണ്ടത്, ഖുൽ ഹുവല്ലാഹു അഹദു നില്ലാഹു സ്വമദ്. അപ്പൊ അഹദു നില്ലാഹു സ്വമദ് എന്ന് ഓതുമ്പോ അവിടെ ചിലര് അഹദു ലില്ലാഹു സ്വമദ് ലാം കൊണ്ട് ഓതാറുണ്ട്. അത് തെറ്റാണ്. അവിടെ നിയമപ്രകാരം ഖുൽ ഹുവല്ലാഹു അഹദു നില്ലാഹു സമദ്, നൂനാണ്, നൂന് നില്ലാഹു സമദ് എന്നാണ് ചേർത്തി ഓതുമ്പോൾ, സ്പീഡൊക്കെ ഓതുമ്പോൾ ഓതേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലപ്പോഴും തെറ്റിച്ചോതുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഓർമ്മപ്പെടുത്തിയതാണ്. മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ 113 ബിസ്മി എഴുതി വെച്ചോ? 360 ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്തോ? അതൊക്കെ അറിയിക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ. എല്ലാവരും ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.